നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ന് രാജ്യത്തെ നിർണായക വിധി എഴുതുന്ന ദിവസമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാൻ ഇനി 1 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. 7 ഘട്ടങ്ങളിലായി നടത്തിയ വോട്ടെടുപ്പിന്റെ ഫലം ഇന്ന് രാവിലെ 8 മണി മുതൽ തത്സമയം നമുക്ക് അറിയാൻ സാധിക്കും. അതിനായി എല്ലാ മാധ്യമങ്ങളും സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. വോട്ടെണ്ണൽ ഫലങ്ങൾ തത്സമയം ലഭിക്കാൻ പ്രത്യേക സോഫ്റ്റ്വെയറും സജ്ജമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലും തത്സമയം ഫലം അറിയാൻ കഴിയുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ സഞ്ജയ് കൗൾ അറിയിച്ചു. കമ്മീഷന്റെ എൻകോർ സോഫ്റ്റ്വെയറിൽ നിന്ന് result.eci.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഫലം തത്സമയം ലഭിക്കുക. ഓരോ റൗണ്ട് എണ്ണുമ്പോഴും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ തത്സമയം നൽകുന്ന ഫലമാണ് വെബ്സൈറ്റിൽ ലഭിക്കുക. ആദ്യമായിട്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള ഫലങ്ങൾ ഏകീകൃത സംവിധാനം വഴി ലഭിക്കുന്നത്. ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 31.2 കോടി സ്ത്രീകളടക്കം 64.2 കോടി വോട്ടർമാരുമായി ഇന്ത്യ ലോക റെക്കോർഡ് സൃഷ്ടിച്ചതായി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന രാജീവ് കുമാർ പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ 68,000 മോണിറ്ററിംഗ് ടീമുകളും 1.5 കോടി പോളിംഗ് സുരക്ഷാ ഉദ്യോഗസ്ഥരും പങ്കാളികളായി എന്നും അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ രാജ്യത്തെ വനിതാ വോട്ടർമാരെ കമ്മീഷൻ അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ചരിത്രപരമായ യാത്രയായിരുന്നു തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയത്. ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഒഴിച്ചാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യത്ത് ഉത്സവ അന്തരീക്ഷം തന്നെയായിരുന്നു. മണിപ്പൂരിൽ അടക്കം സമാധാനപരമായാണ് വോട്ടിംഗ് പൂർത്തിയാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. 27 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും റീപോളിംഗ് വേണ്ടി വന്നില്ല. 2019 അപേക്ഷിച്ച് ആകെ 39 ഇടങ്ങളിൽ മാത്രമാണ് റീപോളിംഗ് നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മാതൃകാ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് കിട്ടിയ 495 പരാതികളിൽ 90% പരിഹരിച്ചു കഴിഞ്ഞു. ഉന്നത നേതാക്കൾക്കെതിരെ അടക്കം കേസെടുത്തു. പരാതികളിൽ നോട്ടീസും നൽകി. യാതൊരു പക്ഷാഭേദവും ആരോടും കാട്ടിയിട്ടില്ല എന്നും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില ആരോപണങ്ങൾ വേദനിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. അതേപോലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ 24 മണിക്കൂറും CCTV നിരീക്ഷണത്തിലായിരിക്കും ഉള്ളത്. ഇവിടെ നിരീക്ഷകരുടെ മുഴുനീള സാന്നിധ്യവും ഉണ്ടാകും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് 3 തലങ്ങളിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആ അവസാനഘട്ട ഫലം എന്താണോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്കറിയാൻ സാധിക്കും.